ആപ്തൻ്റെ ലക്ഷണം പറയുമ്പോൾ വ്യാസനും ശങ്കരനും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, അന്യർക്ക് അനുഭവം ഇല്ലാത്ത കാര്യങ്ങളെ അനുഭവിക്കുന്നവനും അറിയുന്നവനും അന്യൻ്റെ ഇന്ദ്രിയങ്ങൾക്കെത്താത്തരത്തെ എത്തുന്നവനും അറിയുന്നവനുമായിരിക്കുകയും അത് അന്യർക്ക് അറിയിച്ചു കൊടുക്കാൻ കഴിയുന്നവനുമായിരിക്കണം ആപ്തൻ. വളരെ അപകടം പിടിച്ചതാണ് നിർവചനം. എനിക്കറിയാം നിനക്കതറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആപ്തനല്ല. ഒരു ഭൗതിക നിയമത്തിനും വിരുദ്ധമാകരുത് ഈ അനുഭവം. വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആചാര്യന്മാരെല്ലാം. ശ്രുതി യുക്തി അനുഭവങ്ങൾക്ക് ഒരുപോലെ വിളനിലമായിരിക്കണം. എന്നെപ്പോലുള്ളവർക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്നതും നിനക്ക് അനുഭവിക്കാൻ കഴിയാത്തതുമാണെന്ന് പറഞ്ഞാൽ ചൂഷണത്തിൻ്റെ ബീജമുണ്ട്. വാക്കുകൾ കൊണ്ട് പോലും അനുഭവിക്കാമെന്നിരിക്കെ അതിലൂടെ പറഞ്ഞു കൊടുത്തു പോലും അനുഭവിപ്പിക്കാൻ കഴിയില്ലാത്ത ഒരു സാധനം അനുഭവിപ്പിച്ചു എന്ന് പറയുന്നത് കളിപ്പിക്കലാ, ശിക്ഷാർഹവുമാണ്. മനസ്സിലായോ? വളരെ വളരെ ശക്തമായ ഒരു നിയമമാണ്. ഞാൻ ആപ്തനാകുന്നുവെങ്കിൽ, ഞാൻ അനുഭവിച്ചവനാകുന്നുവെങ്കിൽ, അറിഞ്ഞവനാകുന്നുവെങ്കിൽ അറിവ് അന്യന് പകർന്നു കൊടുക്കാൻ കഴിയുന്നതായിരിക്കണം. അല്ലാത്തതൊന്നും ലോകത്ത് പറഞ്ഞ് കളിപ്പിക്കരുത്. മൗലികമായ മര്യാദയാണ് അത്. അല്ല, മിനിമം ആ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ തന്നെ രക്ഷപ്പെട്ടേനെ. അത് പഴയ പുസ്തകം എടുത്ത് ഇവരൊക്കെ പരിശോധിക്കട്ടെ. ഏത് ആചാര്യന്മാരെ പിൻപറ്റിയാണോ ഈ ദർശനങ്ങളിൽ ഇവർ നിൽക്കുന്നത്? ഒരാചാര്യനെയും പിൻപറ്റാതെ സ്വയം ഉയർന്നു വന്നതാണോ? തെളിയിക്കട്ട 4 പേരുടെ മുമ്പിൽ, 4 ശാസ്ത്രകാരന്മാരുടെ മുമ്പിൽ തെളിയിക്കട്ട സത്യം. ഞാൻ സ്വയംഭൂവായിട്ട് വന്നതാണ്. ശരി, ആയിക്കോട്ടെ, അംഗീകരിക്കാൻ തയ്യാറാണ്, നിന്ദിക്കാൻ തയ്യാറല്ല. വസ്തുനിഷ്ഠമായി തെളിയിച്ചോളൂ. ഉപജാപങ്ങളെ കൊണ്ടും പ്രശ്നങ്ങളെ കൊണ്ടും പോകാതെ ജനജീവിതത്തെ സമാധാനിപ്പിച്ചു കൊണ്ടുപോവുകയും ആവശ്യമില്ലാത്ത വഷളത്തരങ്ങളെല്ലാം ജനത്തിന് അറിവാണെന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കുകയും ഇത്തരം കാര്യങ്ങളെ ചർച്ച ചെയ്ത് വഷളാക്കാതിരിക്കുകയും മിതമായും സാരവത്തായും പറയുകയും കുറ്റവാളികൾ ആരായിരുന്നാലും കുറ്റവാളി എന്ന് മാത്രം പ്രയോഗിക്കുകയും ഒരു പോലീസ് ഓഫീസർ ആരെയോ കൊന്ന് തോട്ടിത്തള്ളി ലോകത്തുള്ള പോലീസുകാർ മുഴുവൻ കുറ്റക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് എങ്ങനെയാണ് മുന്നോട്ട് പോവുക? പോലീസ് ഓഫീസറെ അറസ്റ്റ് ചെയ്തത് പോലീസുകാരനാണ്, മന്ത്രി എന്നല്ല, ജനങ്ങളല്ല. ശരിയല്ല? ശരിയാണ്. ഒരു ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എനിക്ക് തോന്നുന്നത് ആകെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അകത്തുനിന്ന് വന്നിരിക്കുന്ന കേസുകളുടെ എണ്ണം, മന്ത്രിമാർ ഭരിച്ചവരുടെ എണ്ണം, അതുപോലെ തന്നെ ഉന്നത ശീർഷരായ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ കൈക്കൂലിയുടെയും കരിഞ്ചന്തയുടെയും തെറ്റുകളുടെ എണ്ണം എല്ലാം കൂടെ എടുത്തു നോക്കിയാൽ ഈ ജനജീവിതത്തിൽ അതുപോലൊരെണ്ണമാണ് ഈ വേഷം കെട്ടിയ സ്വാമിമാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ചെയ്തി.